ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് കൺസെപ്റ്റ് വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ചില പബ്ലിക് സെക്ടർ സ്റ്റോക്കുകളെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഒരു കമ്പനി അതിനു കിട്ടിയ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷിൻ്റെ രൂപത്തിൽ റീപേ ചെയ്യുന്നതിനെയാണ് ഡിവിഡൻഡ് എന്നറിയപ്പെടുന്നത്. ഡിവിഡൻഡ് നോർമലി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ടാണ് കമ്പനി നിക്ഷേപിക്കുന്നത്. ഇനി കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗം കമ്പനി അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി ആ കമ്പനിയിൽ തന്നെയാണ് നോർമലി നിക്ഷേപിക്കാറുള്ളത്. ഡിവിഡൻഡ് ഒരിക്കലും ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നും കൊടുക്കാറില്ല. പകരം അത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു പോർഷനിൽ നിന്നുമാണ് കൊടുക്കാറുള്ളത്. ഇനി മറ്റൊരു ഫാക്റ്റ്, ഡിവിഡൻഡ് എല്ലാ കമ്പനികളും ഡിവിഡൻഡ് കൊടുക്കണമെന്നും നിർബന്ധമില്ല. കാരണം ഇത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോടുള്ള ഒരു ലോയൽറ്റി ആയിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. അല്ലാതെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ട് ഒരു കമ്പനിയിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ ഒരു കമ്പനി കൊടുക്കണമെന്നില്ല. ഒരു കമ്പനി അതിൻ്റെ ഷെയർ പ്രൈസിൻ്റെ എത്ര രൂപ ഒരു വർഷം ഡിവിഡൻഡായി നൽകുന്നു എന്നതിനെയാണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഈൽഡ് നോർമലി പെർസെൻറ്റേജിലാണ് കണക്കാക്കുന്നത്. അതായത് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് നൽകിയ തുക ഡിവൈഡഡ് ബൈ കമ്പനിയുടെ ഷെയർ പ്രൈസ്, അതിനെയാണ് ഡിവിഡൻഡ് ഈൽഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് 20 രൂപയാണ്. അത് ആനുവലായിട്ട് നൽകുന്ന ആ കമ്പനി ആനുവലായിട്ട് നൽകുന്ന ഡിവിഡൻഡ് 1 രൂപയാണെങ്കിൽ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 1/20, അതായത് 5% കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഡിവിഡൻഡും അതുപോലെ തന്നെ ഡിവിഡൻഡ് പെർസെൻറ്റേജും തമ്മിലുള്ള റിലേഷനാണ്. ഉദാഹരണത്തിന് ഒരു കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത് ഡിവിഡൻഡ് പെർസെൻറ്റേജിലാണ്. എക്സാമ്പിൾ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, അതിൻ്റെ ഇൻട്രിം ഡിവിഡൻഡ് 900% ആണ്. അതിനർത്ഥം ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിൻ്റെ ഷെയർ പ്രൈസിൻ്റെ 900% കമ്പനി ഡിവിഡൻഡായിട്ട് തരുന്നു എന്നല്ല. കാരണം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇൻറ്റു ഫേസ് വാല്യൂ ഓഫ് ദാറ്റ് ഷെയർ. അതായത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിൻ്റെ ഫേസ് വാല്യൂ 1 രൂപയാണ്. അതായത് 900% ഓഫ് 1 ആണ് ആ കമ്പനിയുടെ ഇൻട്രിം ഡിവിഡൻഡ്. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് 20%. കമ്പനിയുടെ ഫേസ് വാല്യൂ 10 രൂപയാണ്. അതായത് കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 200 രൂപയാണ്. അപ്പോൾ കമ്പനിയുടെ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇൻറ്റു ഫേസ് വാല്യൂ ഓഫ് ഷെയർ, അതായത് 20% ഇൻറ്റു ഫേസ് വാല്യൂ ഓഫ് ഷെയർ 10, അതായത് ഡിവിഡൻഡ് കിട്ടുക 2 രൂപയാണ്. ഇനി ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഡേറ്റുകൾ പരിശോധിക്കാം. ഒന്നാമത്തെ ഡേറ്റാണ് അനൗൺസ്മെൻറ്റ് ഡേറ്റ്. ഒരു കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റാണ് അനൗൺസ്മെൻറ്റ് ഡേറ്റ്. പ്രധാനമായും കമ്പനികളുടെ AGM നടക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും. ആ ഡേറ്റിലായിരിക്കും കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് കൂടി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് അനൗൺസ്മെൻറ്റ് ഡേറ്റ് പ്രധാനമായും AGM നടക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്ന ഡേറ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഡേറ്റാണ് റെക്കോർഡ് ഡേറ്റ്. റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് കൂടി പറയാറുണ്ട്. അതായത് റെക്കോർഡ് ഡേറ്റിൻ്റെ ബേസിൽ ആയിരിക്കും ആ കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സാണ് ആ കമ്പനിയുടെ ഡിവിഡൻഡ് സ്വീകരിക്കാൻ യോഗ്യരായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾക്കറിയാം, നമ്മൾക്ക് ഒരു കമ്പനിയുടെ റെക്കോർഡ് ഡേറ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റിനും മുന്നേ തന്നെ ആ കമ്പനിയുടെ ഷെയർ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ കമ്പനിയുടെ ഡിവിഡൻഡ് കിട്ടൂ എന്ന് നമ്മൾക്കറിയാം. ഇനി മറ്റൊരു ഡേറ്റാണ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഡേറ്റിനും 1 ദിവസം മുൻപേ അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം മുൻപേ ഉള്ള ഡേറ്റ് ആയിരിക്കും എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളമല്ല, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഡേറ്റാണ്. ആ ഡേറ്റിൽ വെച്ചാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏതൊക്കെ എലിജിബിൾ ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കിട്ടുക എന്നുള്ളത്. ഉദാഹരണത്തിന് ബിഫോർ ദ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് 8 ഒക്ടോബർ 2020 ഒരു കമ്പനിയുടെ റെക്കോർഡ് ഡേറ്റ് ആണെങ്കിൽ
6 ഒക്ടോബർ 2020 അല്ലെങ്കിൽ 7 ഒക്ടോബർ 2020 ആയിരിക്കും ആ കമ്പനിയുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. 7 ഒക്ടോബർ 2020 ആ കമ്പനിയുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ സ്റ്റോക്ക് മിനിമം 5 ഒക്ടോബർ 2020 പർച്ചേസ് ചെയ്തിരിക്കണം. കാരണം നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ T1 + T2 ഡേയ്സിന് ശേഷം മാത്രമേ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് റിഫ്ലക്റ്റ് ആവുകയുള്ളൂ. ഡിമാറ്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് റിഫ്ലക്റ്റ് ആയാൽ മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റൂൾ വഴി നമ്മൾ ആ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് റെക്കോർഡ് ഡേറ്റും എക്സ് ഡിവിഡൻഡ് റേറ്റും ഡിവിഡൻഡ് സീക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഡേറ്റാണ്. ഇത് കഴിഞ്ഞ് മറ്റൊരു ഡേറ്റ് വരാറുണ്ട്. അതാണ് പേയ്മെൻറ്റ് ഡേറ്റ് അല്ലെങ്കിൽ പേ ഔട്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണോ കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് എമൗണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. ഇനി ഡിവിഡൻഡ് ബൈ സ്റ്റോക്ക് ഡിവിഡൻഡ് ആണ് നൽകുന്നതെങ്കിൽ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. അതിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. പ്രധാനമായും 2 തരത്തിലുള്ള ഡിവിഡൻഡാണ് ഉള്ളത്. ഒന്ന് ഫൈനൽ ഡിവിഡൻഡും രണ്ടാമത്തേത് ഇൻട്രീം ഡിവിഡൻഡും. അതായത് ഞാൻ ആൾറെഡി മെൻഷൻ ചെയ്തു കഴിഞ്ഞു, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ആനുവൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് പേ ഔട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഈ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ആനുവൽ ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇൻട്രീം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് തന്നെ കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡിനെയാണ് ഇൻട്രീം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അത് പ്രധാനമായും കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ക്വാർട്ടർലി പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനികൾ അവരുടെ ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത്. ഡിവിഡൻഡിനെ കുറിച്ച് ഒരു ബേസിക് ആൻഡ് ബ്രീഫ് ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾക്ക് ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് വരാം. ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ഗെയിൻ ത്രൂ ഹൈലി ഡിവിഡൻഡ് ആൻഡ് ബാലൻസ്ഡ് സ്റ്റോക്സിനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയെ കൺസിഡർ ചെയ്യുന്നത്. ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ ഒരു കോമ്പിനേഷൻ ഓഫ് ബാലൻസ്ഡ് സ്റ്റോക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ബാലൻസ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറിയിലുള്ള സ്റ്റോക്കുകളായിരിക്കും ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഹൈലി ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്സ് വിത്ത് സം കൈൻഡ് ഓഫ് ഗ്രോത്ത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹൈലി ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്റ്റോക്ക് ഹാവിങ് ഗുഡ് ബാലൻസ്. അതായത് ഇതിനു വേണ്ടി ഞാൻ 2 ഫിൽറ്ററുകളാണ് സെറ്റ് ചെയ്യുന്നത്. ഒന്ന് ഡിവിഡൻഡ് ഈൽഡ് പെർസെൻറ്റേജ് 1% മുകളിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് CAGR ബേസ്ഡ് ഓൺ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ് മോർ ദാൻ 50% ഉണ്ടാകണം. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള സ്റ്റോക്കുകളെ കാറ്റർ ചെയ്ത് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് ആ സ്റ്റോക്കുകളിൽ പ്രൈവറ്റ് സെക്ടർ സ്റ്റോക്കുകളും അതോടൊപ്പം തന്നെ പബ്ലിക് സെക്ടർ സ്റ്റോക്കുകളും മിക്സ് ചെയ്തായിരിക്കും ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോ ഒരു ഡൈവേഴ്സ്ഡ് പോർട്ട്ഫോളിയോ ആയിരിക്കും. ഇനി ഇത് ഒന്നാമത്തെ റൂളാണ്. രണ്ടാമത്തെ ഇതിനകത്തുള്ള റൂളുകൾ മാക്സിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ്റെ 8% അല്ലെങ്കിൽ 5% മാത്രമേ ഞാൻ ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് പോർട്ട്ഫോളിയോയിലേക്ക് സെറ്റ് ചെയ്യാറുള്ളൂ. അതായത് നമ്മൾ എത്ര എമൗണ്ടിൻ്റെ ആണോ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമ്മുടെ ഓവറാൾ നെറ്റ് പോർട്ട്ഫോളിയോയുടെ 5% മുതൽ 6% വരെ അലോക്കേഷനാണ് ഇങ്ങനെയുള്ള ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് പോർട്ട്ഫോളിയോയിലേക്ക് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി വഴി സെറ്റ് ചെയ്യുന്ന സ്റ്റോക്സിലേക്ക് അലോട്ട് ചെയ്യുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണ് ഞാൻ ഈ സ്ട്രാറ്റജി സജസ്റ്റ് ചെയ്യാറുള്ളത്. ഫോർ ഹോൾഡിംഗ് ദ സ്റ്റോക്സ് മോർ ദാൻ 3 year and 4 year ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ട്രൈ ദിസ് ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി. ഇനി നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡ്യൂ ടു ദ ടൈം കൺസ്ട്രെയിൻസ് ഞാൻ പ്രൈവറ്റ് സെക്ടർ സ്റ്റോക്കുകളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. പകരം പബ്ലിക് സെക്ടർ സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഈ കാറ്റഗറിയിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന പബ്ലിക് സെക്ടർ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് പരിചയപ്പെടാം. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ കൺസിഡർ ചെയ്യാവുന്ന ഒന്നാമത്തെ കമ്പനിയാണ് NTPC. 85,460 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലുള്ള ഈ കമ്പനി വാല്യൂഷനിൽ റേഞ്ചിൽ അവൈലബിൾ ആണ്. അതായത് ഇൻഡസ്ട്രിയുടെ വാല്യൂഷൻ 12.87 കമ്പനിയുടെ വാല്യൂഷൻ 8.37. ഇനി ഡിവിഡൻഡ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 31.50, ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 3.73%. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി 34% ഡെലിവറിയും കമ്പനിയുടെ ഫേസ് വാല്യൂ 10 രൂപയുമാണ്. ഇനി സ്റ്റോക്കിൻ്റെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ
11% കറക്ഷനോടുകൂടി അവൈലബിൾ ആണ്. അതായത് ലാസ്റ്റ് 1 മന്തിൽ സ്റ്റോക്കിൽ 11% കറക്ഷൻ വന്നു. സെക്ടറിൽ 6% കറക്ഷനും സെൻസെക്സ് 1% ഗെയിനുമാണ് തന്നത്. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ 28% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. അതായത് COVID-19 ലോക്ക്ഡൗണിന് മുൻപ് 120 രൂപ റേഞ്ചിൽ അവൈലബിൾ ആയിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ അത് 85 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് സ്റ്റോക്ക് അതിൻ്റെ ബെസ്റ്റ് ഡിമാൻഡ് സോണിലാണെന്ന് പറയാം. അത് മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. 84 രൂപ റേഞ്ചിൽ വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 2020 വർഷത്തിൽ സ്റ്റോക്ക് 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്തതായിട്ട് കാണാം. ഈ ലെവലിൽ ഈ സ്റ്റോക്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ഗുഡ് ഡിവിഡൻഡ് ഇൻവെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾക്ക് ഈ ലെവലിൽ ഈ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കമ്പനിയാണ് SJVN. 8566 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി പവർ ജനറേഷൻ സെഗ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. കമ്പനി ഇപ്പോൾ വാല്യൂഷനിൽ അവൈലബിൾ ആണ്. അതായത് ഇൻഡസ്ട്രിയുടെ വാല്യൂഷൻ 12ഉം കമ്പനിയുടെ വാല്യൂഷൻ 5.6ഉമാണ്. ഇനി ഡിവിഡൻഡ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 22%, ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 10.09% ഡിവിഡൻഡ് ഈൽഡ് തരുന്ന കമ്പനിയാണ്. കമ്പനിയിലെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 62%. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയുമാണ്. ഇനി സ്റ്റോക്ക് 1 മന്തിൽ 7% കറക്ഷനിൽ അവൈലബിൾ ആണ്. അതായത് ബിഫോർ കൊറോണ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് 26 രൂപ റേഞ്ചിൽ അവൈലബിൾ ആയിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 21 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും PSU കമ്പനി ആയിരുന്നിട്ട് കൂടിയും കമ്പനിയിൽ 8% നെഗറ്റീവ് റിട്ടേൺ മാത്രമേ തന്നിട്ടുള്ളൂ. കാരണം ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ ലോങ് ടേം റിട്ടേൺ നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം PSU കമ്പനികൾ നമ്മൾക്കെല്ലാവർക്കും അറിയാം. PSU കമ്പനികൾ എപ്പോഴും മാക്സിമം ടൈം ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് തരാറുള്ളത്. അതുകൊണ്ട് ഈ കമ്പനികൾ വളരെ ലോങ് പീരീഡ് ആയിട്ടോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ കോർ സ്റ്റോക്കായിട്ടോ ഈ കമ്പനികളെ ആരും ഉൾപ്പെടുത്താറുമില്ല. പക്ഷേ മൊമെൻ്ററി റിട്ടേണും അതോടൊപ്പം തന്നെ ഡിവിഡൻഡ് ഈൽഡ് ബേസുള്ള റിട്ടേണും കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഇനി സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 26 രൂപ റേഞ്ചിൽ അവൈലബിൾ ആയിരുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ സ്റ്റോക്കിൽ കൊറോണ പീരീഡിൽ നല്ലൊരു കറക്ഷൻ വന്നു. കറക്ഷൻ ശേഷം കൺസോളിഡേഷൻ കാണാറുണ്ട്. അതായത് നല്ലൊരു കൺസോളിഡേഷൻ അതിനുശേഷം ഒരു അപ്പ് അഗെയിൻ കറക്ഷൻ ആൻഡ് കൺസോളിഡേഷൻ ടെൻഡൻസിയാണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ചായ 21 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. കാരണം ഈ 21 രൂപ റേഞ്ചിൽ സ്റ്റോക്ക് പ്രീവിയസ് മന്ത് അതായത് ജൂലൈ മാസത്തിലും സ്റ്റോക്ക് 21 രൂപ റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം സ്റ്റോക്ക് 25 രൂപ റേഞ്ച് നിയർലി 26 രൂപ റേഞ്ച് വരെ ഒരു ഹൈക്ക് കാണിച്ചായിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും കൂൾ ഓഫ് ആയി 21 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇത് ഈ സ്റ്റോക്കിൻ്റെ ഒരു ബെസ്റ്റ് ബൈയിങ് ലെവലായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് വരാം. മൂന്നാമത്തെ സ്റ്റോക്കാണ് കോൾ ഇന്ത്യ. കോൾ ഇന്ത്യ 72,966 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ റൈറ്റ് വാല്യൂഷനിലാണ് ഇപ്പോൾ. ഇൻഡസ്ട്രിയുടെ വാല്യൂഷൻ 6.97ഉം കമ്പനിയുടെ വാല്യൂഷൻ 6.51ഉമാണ്. ഇനി ഡിവിഡൻഡ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 120%, ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 10.14% കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ്. ഇനി ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 10 രൂപയാണ് കമ്പനിയുടെ ഫേസ് വാല്യൂ. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി 17%. ഇനി സ്റ്റോക്കിലെ കറക്ഷൻ നോക്കുകയാണെങ്കിൽ 1 മന്തിൽ സ്റ്റോക്കിൽ 10% കറക്ഷൻ, 1 ഇയറിലെ സ്റ്റോക്ക് തന്ന റിട്ടേൺ 36% നെഗറ്റീവ് റിട്ടേൺ. ഇനി സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ച് നോക്കാം. ആൾറെഡി വീക്ക്ലി ചാർട്ട് അനാലിസിസ് ആണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ അതായത് 2020 ഇയറിൽ തന്നെ ഈ റേഞ്ചിൽ സ്റ്റോക്ക് 4 മുതൽ 5 പ്രാവശ്യം വരെ സപ്പോർട്ട് എടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതായത് 118 മുതൽ 120 രൂപ വരെയുള്ള 115 മുതൽ 120 രൂപ വരെയുള്ള റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ഈ ലാസ്റ്റ് ഇയറിൽ തന്നെ അല്ലെങ്കിൽ ഈ ഇയറിൽ തന്നെ സ്റ്റോക്ക് 4 പ്രാവശ്യം ഈ റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതിനുശേഷം സ്റ്റോക്ക് അതിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റായ 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ നമ്മൾക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. അതായത് അറൗണ്ട് 135 to 130 ലെവൽ. ഈ ലെവലിലായിരിക്കും സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ഉള്ളത്. സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ബൈയിങ് സോണിലാണ്. കൂടാതെ സ്റ്റോക്ക് അട്രാക്റ്റീവ് ഡിവിഡൻഡ് തരുന്ന ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് കമ്പനി കൂടിയാണ്. നാലാമത്തെ സ്റ്റോക്കാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 85,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കും വാല്യൂവേഷൻ റേഞ്ചിലാണ്.
അതായത് ഇൻഡസ്ട്രിയുടെ PE 10ഉം കമ്പനിയുടെ PE 8.2മാണ്. ഇനി ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് 6.15ഉം ഡിവിഡൻഡ് പെർസെൻറ്റേജ് 100% ഡിവിഡൻഡ് തരുന്ന കമ്പനിയാണ്. കമ്പനിയുടെ ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 10 രൂപയും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി 29% ഡെലിവറിയുമാണ്. ഇനി സ്റ്റോക്കിൻ്റെ കറക്ഷൻ നോക്കാം. സ്റ്റോക്ക് 1 മന്തിൽ 7% കറക്ഷനാണ് തന്നിരിക്കുന്നത്. 1 ഇയറിൽ 17% നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് തന്നത്. സ്റ്റോക്ക് ആൾറെഡി COVID-19 ലോക്ക്ഡൗൺ ഇമ്പാക്റ്റ് മൂലം സ്റ്റോക്കിലുണ്ടായ കറക്ഷൻസ് സ്റ്റോക്ക് റിക്കവർ ചെയ്ത് കഴിഞ്ഞു. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ നോർമൽ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റോക്ക് അതിൻ്റെ 188 രൂപ റേഞ്ചിൽ എന്ന സ്റ്റോക്ക് ഇപ്പോൾ കൂൾ ഓഫായി 162 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. അതായത് സ്റ്റോക്ക് അതിൻ്റെ 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ഈ സ്റ്റോക്കിൻ്റെ ഒരു ബെസ്റ്റ് ബൈയിങ് സോണായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. അതായത് പ്രീവിയസ് അല്ലെങ്കിൽ ഈ ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പല പ്രാവശ്യം ഈ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം സ്റ്റോക്ക് ഹൈ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റോക്ക് 162 രൂപ റേഞ്ചിൽ സ്റ്റോക്കിൽ എൻ്റർ ചെയ്താൽ നമ്മൾക്ക് സ്റ്റോക്കിൽ 188 റേഞ്ച് ടാർഗറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡിവിഡൻഡ് കൂടി തരുന്ന സ്റ്റോക്കാണ് പവർ ഗ്രിഡ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.